Good morning, students. Today we are going to discuss about fundamental duties and National Human Rights Commission. നമ്മൾ ആദ്യം പറയുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് മൗലിക ചുമതലകളെ കുറിച്ചാണ്. അതിനുശേഷം നമ്മൾ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യം നമ്മൾ പറയുന്നത് എന്താണ്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, മൗലിക ചുമതലകൾ. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയും ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന് പ്രാധാന്യം കൊടുത്തിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നു, നമ്മുടെ ഭരണഘടന തയ്യാറാക്കുന്ന സമയത്ത് അതിൽ ഈ മൗലിക ചുമതലകൾ കൂടി കൂട്ടിച്ചേർക്കണമെന്ന് ഗാന്ധിയും പറഞ്ഞിരുന്നു. 1931 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കറാച്ചി സെഷനിൽ 1931 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കറാച്ചി സമ്മേളനത്തിൽ വെച്ചാണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അവതരിപ്പിക്കുന്നത്. പക്ഷേ 1950 ജനുവരിയിൽ 1950 ജനുവരിയിൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് യാതൊരു കാര്യവും നമ്മുടെ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരുന്നില്ല. ദർ ഈസ് നോ മെൻഷൻ ഓഫ് ഡ്യൂട്ടീസ് ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിനുശേഷം കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസിനെ കുറിച്ച് പഠിക്കുന്നതിനായി അപ്പോയിന്റ് ചെയ്ത സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കൂടി ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിക്കണമെന്ന് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്, നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻസേർട്ട് ചെയ്യണം, ഉൾക്കൊള്ളിക്കണമെന്ന് റെക്കമെൻഡ് ചെയ്തത്. ആ ഒരു റെക്കമെൻഡേഷന്റെ ഭാഗമായിട്ട് 1976 42nd അമെന്റ്മെന്റിലൂടെ 42ാം ഭേദഗതിയിലൂടെയാണ് മൗലിക ചുമതലകൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുന്നത്. 1976 42nd അമെന്റ്മെന്റ് 1976 42ാം ഭേദഗതിയിലൂടെയാണ് മൗലിക ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുന്നത്. ഈ മൗലിക ചുമതലകളെ കുറിച്ച് പറയുന്നത് ഭരണഘടനയുടെ പാർട്ട് 4A പാർട്ട് 4A ഭാഗം 4A മൗലിക ചുമതലകളെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നത്. ആർട്ടിക്കിൾ 51A മുതൽ എയിലാണ് ഈ മൗലിക ചുമതലകൾ പറയുന്നത്. 4A എന്ന ഭാഗത്തില് ആർട്ടിക്കിൾ 51A എന്ന വകുപ്പിലാണ് ഇതിനെ കുറിച്ച് പറയുന്നത്. 51A എന്ന വകുപ്പിലാണ് മൗലിക ചുമതലകളെ കുറിച്ച് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തില് 11 ഡ്യൂട്ടീസ് ആണ് വരുന്നത്. ഈ ഭരണഘടനയിൽ ഇത് കൂട്ടിച്ചേർക്കുന്ന സമയത്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്യുന്ന സമയത്ത് ആകെ 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസേ ഉണ്ടായിരുന്നുള്ളൂ. 10 മൗലിക ചുമതലകളാണ് ഭരണഘടനയിൽ ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം 2002 ബാക്കിയുള്ള 1 ആഡ് ചെയ്യുന്നത്, ലാസ്റ്റ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആഡ് ചെയ്യുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ഓരോ ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് നോക്കാം. ഒന്നാമത്തെ പറയുന്നത് ടു ഒബേ ആൻഡ് റെസ്പെക്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് നാഷണൽ ഫ്ലാഗ്, നാഷണൽ ആന്തം. ഇന്ത്യൻ പൗരന്മാരെല്ലാം തന്നെ ഭരണഘടനയെ അനുസരിക്കാനും അതിലെ ആദർശങ്ങളെ പാലിക്കാനും ബാധ്യസ്ഥരാണ്. ദേശീയഗാനം, ദേശീയ പതാക എന്നിവയോട് ജനത്തിന് കൂറുണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ മൗലിക ചുമതല. ഇന്ത്യൻ പൗരന്മാരെല്ലാം തന്നെ ഭരണഘടനയെ അനുസരിക്കാനും അതിലെ ആദർശങ്ങളെ പാലിക്കാനും ബാധ്യസ്ഥരാണ്. ദേശീയഗാനം, ദേശീയ പതാക എന്നിവയോട് ജനത്തിന് കൂറുണ്ടായിരിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ടു ചെറിഷ് ആൻഡ് ഫോളോ ദ നോബിൾ ഐഡിയ ഓഫ് അവർ ഫ്രീഡം സ്ട്രഗിൾ. നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മഹത്തായ ആദർശങ്ങളെ ആദരിക്കുകയും ഉൾക്കൊള്ളുകയും വേണം എന്നുള്ളതാണ് രണ്ടാമത്തെ മൗലിക ചുമതല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മഹത്തായ ആദർശങ്ങളെ ആദരിക്കുകയും ഉൾക്കൊള്ളുകയും വേണം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ടു പ്രൊട്ടക്ട് ദ സോവർണിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിലേക്കായി ആവശ്യമായ സൈനിക സേവനം ചെയ്യാൻ ഇന്ത്യൻ പൗരന്മാരെല്ലാം തയ്യാറാകണം. പിന്നെ പറയുന്നത് ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാനുള്ള കടമയും ഇന്ത്യൻ പൗരനുണ്ടായിരിക്കും. ഇന്ത്യയുടെ പരമാധികാരം, സോവർണിറ്റിയും ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിനുള്ള കടമയും ഇന്ത്യൻ പൗരന്മാർക്കുണ്ട്. അത് കഴിഞ്ഞ് പറയുന്നത് മതം, ഭാഷ, പ്രദേശം എന്നീ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ജനതയുടെ പൊതുനന്മയ്ക്കും സാഹോദര്യവും ലക്ഷ്യമാക്കിയായിരിക്കണം. പ്രാദേശികവാദവും മതവിദ്വേഷവും യാതൊരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കരുത്. അതാണ് അഞ്ചാമത്തെ മൗലിക കടമ അല്ലെങ്കിൽ മൗലിക ചുമതലയായി പറയുന്നത്. ഇനി ആറാമത്തെ പറയുന്നത്
ഇന്ത്യയുടെ മഹത്തായ സംസ്കാരവും മൂല്യവും പാലിക്കേണ്ട കടമ എല്ലാ പൗരന്മാർക്കും ഉണ്ടായിരിക്കും. ഇന്ത്യയുടെ മഹത്തായ സംസ്കാരവും മൂല്യവും പരിപാലിക്കേണ്ട കടമ എല്ലാ പൗരന്മാർക്കും ഉണ്ടായിരിക്കും. കഴിഞ്ഞിട്ട് പറയുന്നത് ഇന്ത്യയുടെ പ്രകൃതി സമ്പത്തുകളായ വനങ്ങൾ, തടാകങ്ങൾ, നദികൾ, വന്യജീവികൾ മുതലായവ സംരക്ഷിക്കുകയും അവയുടെ പുരോഗതിക്കായി യത്നിക്കുകയും വേണം. ഇന്ത്യയുടെ പ്രകൃതി സമ്പത്തുകളായ വനങ്ങൾ, തടാകങ്ങൾ, നദികൾ, വന്യജീവികൾ മുതലായവയെ സംരക്ഷിക്കുകയും അവയുടെ പുരോഗതിക്കായി യത്നിക്കുകയും വേണം. All citizens should protect our national wealth, that is forests, rivers, lakes, flora and fauna, and seek to develop them. അവയെ വികസിപ്പിക്കുകയും വേണം. ഇനി എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ പൗരന്മാർ തങ്ങളുടെ ശാസ്ത്രത്വരയും മാനവികതയും വികസിപ്പിച്ചെടുക്കണം. പരമ്പരാഗതമായി പിന്തുടരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ അവ കൂടുതൽ ജനകീയവൽക്കരിക്കാനും ശ്രമിക്കണം. ഇന്ത്യൻ പൗരന്മാർ തങ്ങളുടെ ശാസ്ത്രത്വരയും മാനവികതയും വികസിപ്പിച്ചെടുക്കണം. All citizens should develop their scientific acumen and humanitarianism. പരമ്പരാഗതമായി പിന്തുടരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ അവ കൂടുതൽ ജനകീയവൽക്കരിക്കുവാൻ ശ്രമിക്കുകയും വേണം. While protecting all traditional rites and rituals is meant to be taken to render more popular. അത് കൂടുതൽ ജനകീയവൽക്കരിക്കാൻ ശ്രമിക്കുകയും വേണം. ഇനി ഒമ്പതാമത്തെ കാര്യം എന്ന് പറയുന്നത് അവോയ്ഡ് ഓൾ ഫോംസ് ഓഫ് വയലൻസ് ഇൻ പബ്ലിക് ലൈഫ്, പ്രൊട്ടക്ട് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് പബ്ലിക് പ്രോപ്പർട്ടി. പൗരന്മാർ പൊതുജീവിതത്തിലെ ആക്രമണങ്ങൾ ഒഴിവാക്കണം. ഗവൺമെന്റ് സ്ഥാപനങ്ങളും പൊതുസ്വത്തും സംരക്ഷിക്കണം. Those who destroy public property are to be punished. ആരെങ്കിലും അക്രമത്തിലൂടെ പൊതുസ്വത്ത് നശിപ്പിക്കുകയാണെങ്കിൽ അവർ ശിക്ഷാർഹരായിരിക്കും. അതാണ് ഒമ്പതാമത്തെ മൗലിക ചുമതലയായി പറയുന്നത്. അവോയ്ഡ് ഓൾ ഫോംസ് ഓഫ് വയലൻസ് ഇൻ പബ്ലിക് ലൈഫ്, പ്രൊട്ടക്ട് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് പബ്ലിക് പ്രോപ്പർട്ടി. ദോസ് ഹു ഡിസ്ട്രോയ് പബ്ലിക് പ്രോപ്പർട്ടി ആർ ടു ബി പണിഷ്ഡ്. ഒരു ശിക്ഷ ആയിരിക്കും. ഇനി പത്താമത്തെ കാര്യം എന്ന് പറയുന്നത് ഓൾ അവർ ആക്ടിവിറ്റീസ് ഷുഡ് ഫോക്കസ് മോർ ഓൺ ഗുഡ് ഓഫ് നാഷൻ ദാൻ ഓൺ പേഴ്സണൽ ഗെയിൻസ്. വ്യക്തി താല്പര്യങ്ങളെക്കാൾ ദേശീയ ക്ഷേമത്തെ ലക്ഷ്യമാക്കിയായിരിക്കണം ഓരോ പൗരന്മാരുടെയും പ്രവർത്തനങ്ങൾ. വ്യക്തി താല്പര്യത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിനാണ്? ദേശീയ ക്ഷേമത്തിനാണ്. അങ്ങനെ വേണം എല്ലാ പൗരന്മാരുടെയും പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ. ഇനി അവസാനം കൂട്ടിച്ചേർത്ത 11ാമത്തെ ഡ്യൂട്ടിയെ കുറിച്ചാണ് പറയുന്നത്. 11ാമത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് പാരന്റ്സ് ഷുഡ് പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ഫോർ ദെയർ ചിൽഡ്രൻ ബിലോങ് ദ ഏജ് ബിറ്റ്വീൻ 6 to 14. Parents should provide education for their children belong the age between 6 and 14. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം നൽകുക, പ്രാഥമിക വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ് ഓരോ രക്ഷിതാക്കളുടെയും ഉത്തരവാദിത്വം എന്നുള്ളതാണ് 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയായി പറയുന്നത്. അങ്ങനെ 11 മൗലിക ചുമതലകളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ ഉള്ളത്. അത് ഏതൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കി വയ്ക്കാം. ഇനി നമ്മൾ പറയുന്നത് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനെ കുറിച്ചാണ്. നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ്. 2000-ലാണ് ഇത് സ്ഥാപിതമാകുന്നത്. 2000-ലാണ് ഇത് സ്ഥാപിതമാകുന്നത്. എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 2000. മനുഷ്യാവകാശ കമ്മീഷനിൽ 5 അംഗങ്ങളാണ് ഉള്ളത്. റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരിക്കും. റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു സുപ്രീം കോടതി ജഡ്ജി ഉണ്ടായിരിക്കും. റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു ഹൈക്കോടതി ജഡ്ജി ഉണ്ടായിരിക്കും. അങ്ങനെ 3 പേരാണ് ഇതിലുള്ളത്. അവരെ കൂടാതെ മനുഷ്യാവകാശ സംബന്ധ കാര്യങ്ങളിൽ അറിവും പ്രവൃത്തി പരിചയവുമുള്ള 2 പേരും കൂടി ഉണ്ടായിരിക്കും. മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം 5 ആണ്. 5 പേരെന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3 പേര്, ഒരാള് റിട്ടയർ ചെയ്തിട്ടുള്ള ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോടതി, ഫോർമർ ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോടതി, റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരിക്കും. ദെൻ രണ്ടാമത്തെ ആൾ എന്ന് പറയുന്നത് ദ ഫോർമർ ജഡ്ജ് ഓഫ് സുപ്രീം കോടതി, റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു സുപ്രീം കോടതി ജഡ്ജി ഉണ്ടായിരിക്കും. മൂന്നാമത്തെ ആൾ എന്ന് പറയുന്നത് ദ ഫോർമർ ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോടതി,
റിട്ടയർ ചെയ്ത ഒരു ഹൈക്കോടതി ജഡ്ജി ഉണ്ടായിരിക്കും. അങ്ങനെ 3 പേരുണ്ട്. ആ 3 പേരെ കൂടാതെ മനുഷ്യാവകാശ സംബന്ധമായ കാര്യങ്ങളിൽ അറിവും പ്രവർത്തിച്ചുള്ള 2 പേരും കൂടി ഉണ്ടായിരിക്കും. 2 members who have knowledge and practical experience in the matter related to human rights. ഇനി ഇവയുടെ പ്രധാന ധർമ്മങ്ങളാണ് പറയാനുള്ളത്. അതിനു മുമ്പ് ഒരു ചെറിയ ഒരു ഇത് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ പ്രവർത്തനങ്ങൾ ശരിക്കും ഇന്ത്യയിൽ തുടങ്ങുന്നത് 1993-ലാണ്. ഇതിന്റെ ഫസ്റ്റ് ചെയർമാൻ ആയി വരുന്നത് രംഗനാഥ മിശ്രയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വെറുതെ നോക്കി വെക്കുക. പിന്നെ ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഡിസംബർ 10th ഹ്യൂമൻ റൈറ്റ്സ് ഡേ. ഇത് 1 word ക്വസ്റ്റ്യൻ വരുന്നതാണ്, ഒന്ന് നോക്കി വെക്കുക. ഡിസംബർ 10th സെലിബ്രേറ്റഡ് ആസ് ഹ്യൂമൻ റൈറ്റ്സ് ഡേ. മനുഷ്യാവകാശ ദിനം എന്ന് അറിയപ്പെടുന്നത് ഡിസംബർ 10 ആണ്. 1 word ക്വസ്റ്റ്യൻ വരും, നോട്ട് ചെയ്ത് വെക്കുക. ഇനി നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന ധർമ്മങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, മനുഷ്യാവകാശം നിരസിക്കപ്പെട്ട ഏതെങ്കിലും വ്യക്തിയുടെ പരാതിന്മേലോ സ്വന്തം നിലയിലോ അത് അന്വേഷിക്കാനുള്ള അവകാശമാർക്കുണ്ട്, അധികാരമാർക്കുണ്ട്. ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്, നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന് ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, തടവുകാരുടെ അവസ്ഥ മനസ്സിലാക്കാൻ ജയിലുകൾ സന്ദർശിക്കാം. തടവുകാരുടെ അവസ്ഥ മനസ്സിലാക്കുന്നതിന് വേണ്ടി ജയിലുകൾ സന്ദർശിക്കാം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, മനുഷ്യാവകാശ മേഖലകളിലും മറ്റും ഗവേഷണം നടത്തുകയും അവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാം. മനുഷ്യാവകാശ മേഖലകളിലും മറ്റും ഗവേഷണം നടത്താം, അവ പ്രോത്സാഹിപ്പിക്കലും തുടങ്ങിയവയെല്ലാം തന്നെ ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രവർത്തനങ്ങളിൽ വരുന്നുണ്ട്. പിന്നെ ഈ മനുഷ്യാവകാശ ലംഘനം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ഇടപെടാൻ മനുഷ്യാവകാശ കമ്മീഷന് കഴിയും. പക്ഷെ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു വിചാരണ ചെയ്യാനുള്ള അധികാരം ആർക്കില്ല? ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന് ഇല്ല, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ഇല്ല. കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതിയോട് നടപടിയെടുക്കാൻ നിർദ്ദേശിക്കാം. ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയോ ചെയ്യാനുള്ള അധികാരം മാത്രമേ ഈ കമ്മീഷന് ഉള്ളൂ. പിന്നെ ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ ആർട്ടിക്കിൾ 21 വകുപ്പില് ഓരോ സംസ്ഥാനങ്ങൾക്കും അവരുടേതായ ഒരു ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ നിലവിൽ വരണം enullൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ വരികയുണ്ടായി. ആ റെക്കമെൻഡേഷന്റെ ഭാഗമായിട്ട് കേരളത്തില് 1998 കേരള ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ നിലവിൽ വന്നു. 1998 കേരള ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ നിലവിൽ വന്നു. ഇത്രയാണ് പറയാനുള്ളത്. താങ്ക് യു.